വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ രണ്ട് പോസ്റ്റുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രണ്ട് പോസ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലെ ഒന്നുള്ളത് ഡെപ്യൂട്ടി മാനേജർ ആണ്. ഡെപ്യൂട്ടി മാനേജർക്ക് നിങ്ങൾ ആയിരിക്കണം എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമുള്ള പോസ്റ്റാണ്. പക്ഷേ എക്സ്പീരിയൻസിന് ആവശ്യമുള്ള പോസ്റ്റ് അല്ല ഡെപ്യൂട്ടി മാനേജർ. അതേപോലെ ടെക്നിക്കൽ സൂപ്പർവൈസർ ഉള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇതിൽ ഫേം എന്ന് വെച്ചാൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ആണ്. ഇത് തിരുവല്ലയാണ് പോസ്റ്റിംഗ് ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തിരുവല്ലയായിരിക്കും ഇതിന്റെ പോസ്റ്റിംഗ് ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കല് സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 35,700 തൊട്ട് 75,600 വരെയാണ്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 676/2023 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഒക്കെ പോലെ എല്ലാ ബ്രാഞ്ചർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വെച്ചാൽ 18 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്പോ ഇതില് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, നിങ്ങൾ ബിടെക് പാസ്സായാൽ മതി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ബിടെക് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 60% അല്ലെങ്കിൽ 70% എന്നുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല, ജസ്റ്റ് പാസ് ആയാൽ മതിയാവും. ഓക്കെ. ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊബേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 31/1/2024 വരെ ഇന്ത്യ ബുധനാഴ്ച അദ്ദേഹത്തിന് 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. വെറുതെ ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈറ്റ് ഹാങ് ആണല്ലേ. അപ്പോ ഇപ്പം കുറെ PSC തന്നെ കുറെ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈറ്റ് ഹാങ് ആവും. അപ്പോൾ ഒന്നുകിൽ ഏർലി മോർണിംഗിൽ നോക്കുക, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ നോക്കുക. ലേറ്റ് നൈറ്റ് നോക്കി കഴിഞ്ഞാലും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല, ഹാങ് ആയിരിക്കും. അപ്പോൾ ഏർലി മോർണിംഗിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. 31 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് കാറ്റഗറി നമ്പർ 693/2023 18,290 തൊട്ട് 32,500 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പം പറഞ്ഞ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഡ- നമ്മുടെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മാനേജറിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസോ അല്ലെങ്കിൽ അതൊന്നും അവൈലബിൾ അല്ല. ഇത് പുതിയതായിട്ട് റിക്രൂട്ട്മെന്റ് ആണോ അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നും അവൈലബിൾ അല്ല. അത് നോക്കിയപ്പോ കണ്ടിട്ടില്ല. അപ്പൊ ഇതില് ഡിപ്ലോമയാണ്. ഇതില് 18 തൊട്ട് 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഇതില് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പ്ലസ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് കേട്ടോ. പ്ലസ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ രജിസ്റ്റേർഡ് കമ്പനി. ഓക്കെ. 5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 31/1/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ ഈ രണ്ട് വേക്കൻസിയാണ് അന്ന് പറയാൻ വേണ്ടി വിട്ടുപോയിരിക്കുന്നത്. ഇതല്ലാണ്ട് വേറൊന്നും കൂടി ഉണ്ട്. അത് എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റാണ്. നമുക്ക് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ പ്രോഗ്രാമർ എന്നുള്ള പോസ്റ്റിലേക്ക് അത് NCA ആണ് കേട്ടോ. ഓക്കെ, NCA നോട്ടിഫിക്കേഷൻ ആണ്. NCA നോട്ടിഫിക്കേഷൻ ആണ്. 725/2023 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ലാറ്റിൻ കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ. കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു ലാറ്റിൻ കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്. ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം മെറക്കൈസ് യൂണിവേഴ്സിറ്റി ഓർ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആവാം. പ്ലസ് 1 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഗവേണൻസ് എൻവയോൺമെന്റ് ഇസ് ഡിസൈറബിൾ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടിയുള്ള സമയമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.